പൗരസ്ത്യ സഭകളുടെ ആരാധനാ പാരമ്പര്യത്തെയും പൈതൃകത്തെയും സംരക്ഷിക്കാൻ ആഹ്വാനം നൽകി ലിയോ 14 മാർപ്പാപ്പ. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ യൂറോപ്പ് UK കൺവെൻഷനിലാണ് മാർപ്പാപ്പയുടെ ആഹ്വാനം. വത്തിക്കാനിൽ നിന്ന് ഫാദർ ഡൊമിനിക് മുഴിക്കര തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സഭയുടെ അമൂല്യനിധിയായ ആരാധനാ പാരമ്പര്യത്തെയും പൈതൃകത്തെയും കാത്തുസൂക്ഷിക്കുവാൻ വിശ്വാസികൾക്ക് അടിയന്തരമായ പ്രതിബദ്ധതയും ശ്രദ്ധയും ആവശ്യമാണെന്ന് ഓർമ്മിപ്പിച്ച് പരിശുദ്ധ ലിയോ 14 പാപ്പ ജൂൺ 13, 14, 15 തീയതികളിലായി റോമിൽ നടന്ന മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ യൂറോപ്പ് UK സംഗമത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് പ്രത്യേകമായി അനുവദിച്ച കൂടിക്കാഴ്ചയിലാണ് പാപ്പ ഈ കാര്യം ഓർമ്മിപ്പിച്ചത്. സഭയുടെ തലവനും പിതാവുമായ മോറോൻമോർ ബെസിലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവയുടെ നേതൃത്വത്തിൽ പരിശുദ്ധ ലിയോ പാപ്പായെ സന്ദർശിച്ച സംഘത്തിൽ അഭിമന്യ പിതാക്കന്മാരും വൈദികരും സന്യസ്തരും വിശ്വാസികളും ഉൾപ്പെട്ടിരുന്നു. പ്രവാസ ലോകത്തെ അജപാർണ ശുശ്രൂഷയെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ റോമിൽ ഒന്നുചേർന്ന മലങ്കര സുറിയാനി കത്തോലിക്ക സഭയോട് ഐക്യത്തിന്റെ ശുശ്രൂഷയിൽ സഭ നൽകുന്ന വലിയ സംഭാവനകളെ പ്രത്യേകമായി പാപ്പ പ്രശംസിച്ചു. സഭാപിതാവായ ധന്യന്മാർ ഇവാനിയോസ് പിതാവിന്റെ അനിതര സാധാരണമായ നേതൃത്വത്തെയും ഐക്യത്തിനു വേണ്ടിയുള്ള ശുശ്രൂഷയും പാപ്പ പ്രത്യേകം അനുസ്മരിച്ചു. ഈ സന്ദേശവും സംഗമവും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് ഏറെ പ്രചോദനവും അനുഗ്രഹവുമായിരുന്നു. സഭാ ചരിത്രത്തിൽ അവിസ്മരണീയമായ ധന്യ മുഹൂർത്തമാണ് ഇന്നത്തെ കൂടിക്കാഴ്ച സഭയ്ക്ക് സമ്മാനിച്ചത്. സഭാതലവനായ അത്യഭിമന്യ ബാവ തിരുമേനിയുടെ 67ാം ജന്മദിനത്തിനും മെത്രാഭിഷേക രജത ജൂബിലിക്കും പാപ്പ ആശംസകൾ നേർന്നു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പുനരൈക്യത്തിന്റെ ശതാബ്ദിയിലേക്കും ഹൈറാർക്കി സ്ഥാപനത്തിന്റെ ശതാബ്ദിയിലേക്കും നടന്നുകൊണ്ടിരിക്കുന്ന സഭ ആത്മീയ നവീകരണ യാത്രയിലാണെന്ന് പാപ്പ വിശ്വാസികളെ ഓർമ്മിപ്പിച്ചു. ഏവർക്കും പ്രാർത്ഥനാപൂർവമുള്ള ആശീർവാദവും അനുഗ്രഹവും നൽകിയാണ് പാപ്പ ഈ കൂടിക്കാഴ്ച അവസാനിപ്പിച്ചത്. സഭയെ സംബന്ധിച്ച് ഇന്ത്യക്ക് പുറത്ത് അമേരിക്കയിലെയും കാനഡയിലെയും ശുശ്രൂഷയ്ക്കായി ഒരു രൂപത ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. യൂറോപ്പിലെയും UKയിലെയും അജപാർണ ശുശ്രൂഷയ്ക്കായി പ്രത്യേകമായി അപ്പോസ്തോലിക് വിസിറ്റേറ്ററായി അഭിമന്യ കുര്യാക്കോസ് മാർ ഒസ്താത്യോസ് പിതാവിനെ സഭാ സിനഡ് പ്രത്യേകമായി നിയോഗിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ പഠനത്തിനും തൊഴിലിനുമായി ഈ രാജ്യങ്ങളിലേക്ക് വന്നു ചേരുന്ന വിശ്വാസി സമൂഹത്തിന് അജപാർണ ശുശ്രൂഷ നൽകുവാൻ സഭ എപ്പോഴും പ്രതിജ്ഞാബദ്ധമാണെന്ന് ഓർപ്പിച്ച ഈ സംഗമം സഭയിൽ മറക്കാനാവാത്ത അനുഭവമായി മാറി എന്നതിൽ സംശയമില്ല. വത്തിക്കാനിൽ നിന്നും 24 ന്യൂസിന് വേണ്ടി ഫാദർ ഡൊമിനിക് സാവിയോ മുഴിക്കര. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.